എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 10-11 തീയതിയിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ശ്രീലങ്കയ്ക്ക് വേണ്ടി ഡബിൾ സെഞ്ചുറി നേടിയ താരം ആരാണ്? ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ശ്രീലങ്കൻ ദേശീയ ടീമിന് വേണ്ടി ഡബിൾ സെഞ്ചുറി നേടിയത് ശ്രീലങ്കയുടെ ഓപ്പണർ ആയിട്ടുള്ള പാത്തും നിസംഗയാണ്. ആരാണ്? പാത്തും നിസംഗ. 136 ബോളിലാണ് പാത്തും നിസംഗ ഡബിൾ സെഞ്ചുറി അടിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ചരിത്രത്തിൽ ആദ്യമായി തായ്ലൻഡ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതയായ വനിത. ചരിത്രത്തിൽ ആദ്യമായിട്ട് തായ്ലൻഡ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായിട്ട് നിയമിതയായ വനിതയാണ് നുവാൽഫൻ ലാസാം. നുവാൽഫൻ ലാംസാം. ആരാണ്? നുവാൽഫൻ ലാംസാം ആണ് ചരിത്രത്തിൽ ആദ്യമായി ഫുട്ബോൾ അസോസിയേഷൻ, എവിടുത്തെ തായ്ലൻഡ് ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റായി നിയമിതയായ വനിത. മൂന്നാമത്തെ ചോദ്യം, അമർ ഉജാല ദിനപത്രത്തിന്റെ ആകാശദീപ പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? അമർ ഉജാല ദിനപത്രത്തിന്റെ ആകാശദീപ പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ ചോദ്യം, കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് VK മോഹനാണ് കമ്മിറ്റി അധ്യക്ഷൻ. ഇനി കമ്മിറ്റി എന്താണ്? ജസ്റ്റിസ് VK മോഹനൻ കമ്മിറ്റി. അപ്പം ചോദിക്കാം, കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അധ്യക്ഷൻ, അല്ലെങ്കിൽ കമ്മിറ്റി ഏതാണെന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. കമ്മിറ്റി ഏതാണ്? ജസ്റ്റിസ് VK മോഹനൻ കമ്മിറ്റി. കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് VK മോഹനൻ. അപ്പൊ നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, സഞ്ചാരികളുടെ ബൈബിളായി അറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരണത്തിന്റെ ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ച്. എന്താണ് ചോദ്യം? സഞ്ചാരികളുടെ ബൈബിളായി അറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരണത്തിന്റെ ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ച് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? പാപനാശം ബീച്ച്, വർക്കല. ഓക്കെ, നമുക്ക് നമ്മുടെ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ആറാമത്തെ ചോദ്യം, 2024-25 സാമ്പത്തിക വർഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച എത്രയാണ്? 2024-25 സാമ്പത്തിക വർഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച എത്രയാണ്? 7%. ഓക്കെ, എത്രയാണ്? 7%. നമുക്ക് നമ്മുടെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ഇനി ഒരു ദിനമാണ് ലോക പയറുവർഗ ദിനം എന്നാണ്. ലോക പയറുവർഗ ദിനം എന്നാണ്? ഫെബ്രുവരി 10. ലോക പയറുവർഗ ദിനം ഫെബ്രുവരി 10. അപ്പൊ നമ്മൾ ഫെബ്രുവരി മുമ്പ് പഠിച്ച ദിനങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് നോക്കാം. ഫെബ്രുവരി 8 എന്തായിരുന്നു? ദേശീയ വിരമുക്ത ദിനമായിരുന്നു. എന്തായിരുന്നു? ദേശീയ വിരമുക്ത ദിനം. ഫെബ്രുവരി 7 ആവർത്തന പട്ടിക ദിനമാണ്. എന്ത് ദിനം? ആവർത്തന പട്ടിക ദിനം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമാണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ ഇന്ന് പഠിച്ച ദിനം ഏതാണ്? ലോക പയറുവർഗ ദിനം എന്നാണ്, ഫെബ്രുവരി 10. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ. 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ഖത്തറാണ്. ഓക്കെ, നമ്മുടെ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒമ്പതാമത്തെ ചോദ്യം, ഗൂഗിളിന്റെ AI ചാറ്റ് ബോട്ടായ ബാർഡിനെ ഏത് പേരിലാണ് റീബ്രാൻഡ് ചെയ്തത്? ഗൂഗിളിന്റെ AI ചാറ്റ് ബോട്ട് ആയിട്ടുള്ള എന്തിനാണ്? ബാർഡിനെ ഏത് പേരിലാണ് റീബ്രാൻഡ് ചെയ്തത്? ജെമിനി എന്ന പേരിലാണ് റീബ്രാൻഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 10ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം ഏതാണ്? ഹൈദരാബാദ് ആണ്. ഏത് നഗരത്തിലാണ്? ഹൈദരാബാദ് നഗരത്തിലാണ്. ഓക്കെ, ഓർത്തിരിക്കുക. നമ്മുടെ 11ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെ? സംസ്ഥാനത്തെ ആദ്യത്തെ എന്ത് പാലമാണ്? ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? എവിടെയാണ്? കരിക്കകം. കരിക്കകം എവിടെയാണ്? ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഓർത്തിരിക്കുക. സിമ്പിൾ അല്ലേ? നമുക്ക് നമ്മുടെ 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 12ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ എന്താണ്? വൈഫൈ പാർക്ക് ഏതാണ്? ഏതാണ്? മാനാഞ്ചിറ സ്ക്വയർ പാർക്കാണ്. ഒരേ സമയം 500 പേർക്ക് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ സാധിക്കും. എവിടെ? മാനാഞ്ചിറ സ്ക്വയർ പാർക്കിൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ നോട്ട്സ് വേണമെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ PSC റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ദൃഷ്ടി ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.